എല്ലാവർക്കും നമസ്കാരം. ഇതിനു മുന്നേ ഞാൻ ഷെയർ ചെയ്ത വീഡിയോസ് എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്താൽ ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്തിടുകയോ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുകയോ ചെയ്യാം. ഇനി നമുക്ക് 2-3 സെക്ഷനും കൂടെ പഠിക്കാനുണ്ട്. ഇതിൽ കുറച്ച് വലിപ്പമുള്ള സെക്ഷൻ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന സെക്ഷനാണ്. ബാക്കി 1, 2, 3 സെക്ഷനും അത്ര വലിയ സെക്ഷനല്ല. പക്ഷേ അതിൽ ഏറ്റവും അവസാനത്തെ ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ്. ഷുവറായിട്ട് പ്രോബ്ലം വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്. നമ്മൾ പഠിച്ച 2 പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് ഡിഫറൻഷ്യബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ പഠിച്ചത്. ഒന്ന് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2 വേരിയബിൾ അല്ലെങ്കിൽ 3 വേരിയബിൾ ആണ്, അല്ലേ? അപ്പോൾ ടൈം ബീയിങ് സപ്പോസ് നിങ്ങളുടെ കയ്യിലൊരു 2 വേരിയബിൾ ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് എക്സ് ഡയറക്ഷനിൽ മാത്രം ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ ആൻഡ് ദിസ് ഈസ് ഇസഡ്. അപ്പോൾ അതിൻ്റെ എക്സ് ഡയറക്ഷനിൽ മാത്രം, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ സ്ലോപ്പ്, ടാൻജൻറ്റിൻ്റെ സ്ലോപ്പുകളുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എഫ് എക്സ് കിട്ടുന്നത്. സിമിലർലി വൈ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എഫ് വൈ കിട്ടും. ഇത് 3 വേരിയബിൾ ആണെങ്കിൽ ഇസഡ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ 3 വേരിയബിളാണ്. ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന സർഫസ് 2 വേരിയബിളിൻ്റെയാണ്. ഒരിക്കലും നമുക്കൊരു 3 വേരിയബിൾ ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് സർഫസ് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അത് 4 ഡയമെൻഷനാണ്. കാരണം എന്താ? 3 വേരിയബിൾ. ഇപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, പിന്നെ ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ ഡബ്ല്യുവിന് നമുക്ക് 4th ഡയമെൻഷൻ വേണം. അതുകൊണ്ട് ഈ ഒരു സർഫസ് നമുക്ക് പ്ലോട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. നമുക്ക് പ്ലോട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് മാക്സിമം ഈ ഒരു സർഫസാണ്. അതുകൊണ്ടാണ് 2 വേരിയബിൾ ഫംഗ്ഷന് ജോമെട്രിയാണ് കൂടുതൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതേ ഐഡിയ തന്നെ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്. യു ക്യാൻ ഡു ദ ഡെറിവേറ്റീവ് ഇൻ എനി ഡയറക്ഷൻ. ഞാനിപ്പോൾ എക്സ് വൈ ഇസഡ് പറഞ്ഞ പോലെ യു ക്യാൻ ഡു the same concept of rate of change അല്ലെങ്കിൽ direction of the slope in any direction. അതാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ എടുത്തൊന്ന് വിചാരിക്കുക. നാച്ചുറലി സോ ദിസ് വിൽ ബി യുവർ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഡെറിവേറ്റീവ്, ആ ഡയറക്ഷനിലെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, സംതിങ് ലൈക്ക് ദിസ്. വൺ വേരിയബിൾ കേസിലെ പോലെ തന്നെ ദാറ്റ് വിൽ ഗീവ് യു ദ കർവേച്ചർ ഓഫ് അല്ലെങ്കിൽ ആ ഫംഗ്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദിസ് ഡയറക്ഷൻ, സോറി നോട്ട് ദിസ്, ഇൻ ദിസ് ഡയറക്ഷൻ. ഞാനിത് യു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ യു എന്ന് പറയുന്ന ഈ ഡയറക്ഷനിൽ ആ ഫംഗ്ഷന്റെ സർഫസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ സ്ലോപ്പ് ഇൻ യു ഡയറക്ഷൻ ദാറ്റ് വിൽ ഗീവ് യു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു സം വേരിയബിൾ എസ്. ഞാനൊരു 1 വേരിയബിൾ ഫംഗ്ഷനായിട്ട് റിപ്രസെന്റ് ചെയ്താൽ ഇസഡിന്റെ എസ് വേരിയബിൾസിലുള്ള, സോ ദാറ്റ് മീൻസ് ഇഫ് യു റൈറ്റ് ദിസ് ഇസഡ് ആസ് എഫ് ഓഫ്, ഞാൻ പാരാമെട്രൈസേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക, എക്സ് ഓഫ് എക്സ് വൈ ഓഫ് എസ്, ഇതൊരു 1 വേരിയബിൾ ഫംഗ്ഷനായി. അപ്പോൾ യു ഡയറക്ഷനിലെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കിട്ടേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. We define the directional derivative of f is equal to f of xy in the direction of u equal to u1i plus u2j. Usually നമ്മളിത് യൂണിറ്റ് വെക്ടർ ആയിട്ടാണ് എടുക്കുക. In my definition I will take it as unit vector. At the point x naught y naught, it is denoted by du f x naught y naught. . . 1 * 2 * 3 * 4 * 5 * 6 * 7 * 8 * 9 * 10 * 11 * 12 * 13 * 14 * 15 * 16 * 17 * 18 * 19 * 20 * 21 * 22 * 23 * 24 * 25 * 26 * 27 * 28 * 29 * 30 * 31 * 32 * 33 * 34 * 35 * 36 * 37 * 38 * 39 * 40 * 41 * 42 * 43 * 44 * 45 * 46 * 47 * 48 * 49 * 50 * 51 * 52 * 53 * 54 * 55 * 56 * 57 * 58 * 59 * 60 * 61 * 62 * 63 * 64 * 65 * 66 * 67 * 68 * 69 * 70 * 71 * 72 * 73 * 74 * 75 * 76 *
as, it is exactly same as your partial derivative definition, d by ds f of x naught plus su comma y naught plus su2, sorry, d by ds of f of x naught plus su1 comma y naught plus su2 at the point s equal to 0. ഇങ്ങനെ അത് കാണുമ്പോൾ വേറെന്തോ പോലെ തോന്നും, പക്ഷേ ഈ രണ്ടാമത് ഞാൻ എഴുതിയിരിക്കുന്നത് കണ്ടാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. This is nothing but limit s tends to 0 f of x naught plus su1 comma s naught plus su2. അപ്പോൾ ഈ എക്സ് നോട്ട് പ്ലസ് എസ് യു വൺ എസ് യു ടു ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, എസ്സുകൾ മാറുമ്പോൾ യു വൺ യു ടു ഡയറക്ഷനിലുള്ള ചേഞ്ച് നമുക്ക് കിട്ടും. മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എസ്, അതിന് എസ് ടെൻസ് ടു 0. അപ്പോൾ അവിടെ ഇതാണ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ എക്സ് നോട്ട് പ്ലസ് എസ് യു എന്ന് പറയുന്നത് എസ് ചേഞ്ച് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ ലൈൻ, ഡയറക്ഷൻ ഇതായിരിക്കും യുവിൻ്റെ ഡയറക്ഷൻ, യു വൺ യു ടു. പോസിറ്റീവ് എക്സിന് ഈ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഇട്ട് നെഗറ്റീവ് വാല്യൂ ഓഫ് എക്സിന് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ഇട്ട്, അങ്ങനെയാണ് ഈ പോയിന്റ് മാറുന്നത്. അപ്പോഴുണ്ടാവുന്ന എഫിൻ്റെ ചേഞ്ച് ആണ് ഈ ന്യൂമറേറ്റർ. ഈ കറസ്പോണ്ടിങ് ഈ എഫിൻ്റെ ചേഞ്ച് ആണ് ഈ ന്യൂമറേറ്റർ. അത് എസുമായിട്ട് കമ്പയർ ചെയ്യുക. എസ് സീറോയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതാണ് എൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻ ദ ഡയറക്ഷൻ യു. ഇവിടെ യൂണിറ്റ് വെക്ടർ യു ഈക്വൽ ടു 10 എടുത്തു കഴിഞ്ഞാൽ വാട്ട് യു വിൽ ഗെറ്റ്, 10 എടുത്തു കഴിഞ്ഞാൽ യു വൺ 1 ആവും, യു ടു 0 ആവും. ഈ രണ്ടാമത്തെ ഡെഫിനിഷൻ ആവും. ദാറ്റ് ഈസ് എക്സാക്ട്ലി അവർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് അല്ലേ. ലിമിറ്റ് എസ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് കോമ വൈ നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ബൈ എസ്. സിമിലർലി എൻ്റെ യൂണിറ്റ് വെക്ടർ വൈ ആക്സിസിലെ പോസിറ്റീവ് വൈ ആക്സിസിൻ്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ഇവിടെ എല്ലാം യൂണിറ്റ് വെക്ടർ ആണ്. അപ്പം എൻ്റെ നൊട്ടേഷൻ ഒന്ന് ക്യാപ്പ് ഇടുന്നത് നല്ലതാണ്. പോസിറ്റീവ് വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. Okay. So similarly you can have the definition of directional derivative in three variable case. Through three variable case you start with a unit vector in three variables, three dimension, and you take a point x naught y naught z naught, then du of f x naught y naught z naught is d by ds of that f of x naught plus su1 y naught plus su2 z naught plus su3 at s is equal to 0. Similarly you can write the corresponding limit definition. അവിടെയും യൂണിറ്റ് വെക്ടർ 100 ആകുമ്പോൾ you will get fx, 010 ആകുമ്പോൾ you will get fy, and 001 ആകുമ്പോൾ you will get fz. Okay. So this is the definition of directional derivative in any direction. It is a generalization of partial derivative. Before going to an example, I mean the next result, we'll do an example using the definition. So here you have to find du of f 1, 2 for the given function where u is given by this. It's also a unit vector. So I will do it. Solution. By definition, du f 1, 2 equal to d by ds of the f of x naught plus 1 plus
yes u1, yes, what is u1? Root 3 by 2 comma y naught plus s u2 1 by 2 at the point s is equal to 0. Now substitute the expression for f is xy, just to find the product. This into 2 plus s by 2. You have to evaluate this at s equal to 0. To find the derivative, so if you find the use the product rule, or you multiply. First you multiply. So this is, or rather we'll use product rule, right? So 1 plus s root 3 by 2 into derivative of this is 1 by 2 plus 2 plus s by 2 into derivative of the other thing is root 3 by 2. You have to evaluate this at is equal to 0. Substitute s equal to 0, you will get 1 by 2 plus root 3, right? This is the answer. Okay. അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. പക്ഷേ in practice, in most of the situations, what we do is we use partial derivatives to evaluate the general directional derivatives. There is an interesting relation between partial derivatives. X directionലും y directionലും ഉള്ള derivatives arbitrary directionലുള്ള derivatives there is a relation. It goes like this. First two variable പറയാം. If f of xy is differentiable at x0 y0 and if u equal to u1i plus u2j is a unit vector, then the directional derivative at x0 y0 is exactly equal to fx x0 y0 into u1 plus fy x0 y0 into u2. ഇത് നിങ്ങൾക്കൊരു ഫെമിലിയർ എക്സ്പ്രഷൻ ആണ്. ഇതൊരു ഡോട്ട് പ്രോഡക്റ്റ് പോലെയാണ് കിടക്കുന്നത് അല്ലേ? ഇഫ് ഐ ടേക്ക് ദിസ് ആസ് the vector fxxy I cap plus fjxy j cap, then and u is the given unit vector, then this exactly the dot product, this dot product അല്ലേ? ഈ ഒരു വെക്ടറിനെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെക്ടറാണ് ഇൻ മൾട്ടിവേരിയബിൾ കാൽക്കുലസ്. ദിസ് ഈസ് കോൾഡ് gradient of f. So the result says that given a unit vector u, the directional derivative of f at x0 y0 is the dot product of gradient of f at x0 y0 dot the given unit vector. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എപ്പോഴും ശരിയല്ല. എഫ് എക്സ് നോട്ട് വൈ നോട്ടിൽ ഡിഫറൻഷ്യബിൾ ആകുമ്പോഴാണ്. ഡിഫറൻഷ്യബിൾ ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പഠിച്ച ടോട്ടൽ ഡെറിവേറ്റീവ് ഡി എഫ് അല്ലേ? ഡി എഫ് എന്ന് പറയുന്ന സാധനം ഡി എഫ് എക്സിസ്റ്റ് ചെയ്യുക. ഡി എഫ് എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സെയിം റിസൾട്ട് 3 വേരിയബിളിലും ഹോൾഡ് ചെയ്യും, ഓർ എനി വേരിയബിളിലും ഹോൾഡ് ചെയ്യും. എക്സാക്ട്ലി ദ സെയിം. യു ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ് ആൻഡ് ടേക്ക് ദ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ദ ഗിവൺ ഡയറക്ഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ഷനുള്ള വെക്ടറുമായി ഡോട്ട് പ്രോഡക്റ്റ് ഗ്രേഡിയൻറ്റിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ you will get the directional derivative in that direction. In 3 variable case, the gradient definition goes like this. Define gradient of f എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. So find the gradient of f independent ആയിട്ടും ചോദിക്കാം. So this is the definition. Gradient is of a function. Multivariable function is a vector. In fact, it is called a vector valued function. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ സെക്ഷനിൽ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ്. ദിസ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ ദിസ്. So immediately you can verify this result using the previous example. ഇവിടെ previous example f of xy എന്ന് പറയുന്നത് xy ആയിരുന്നു. Then what is gradient of f?
This is fx I cap plus fy j cap. That means fx is y I cap plus x j cap. നമ്മളെ പോയിന്റ് ഏതായിരുന്നു? നമ്മുടെ പോയിന്റ് 1 2 ആയിരുന്നു. So gradient of f at 1 2 is 2 I cap plus j cap. നമ്മുടെ യൂണിറ്റ് വെക്ടർ √3/2 I cap plus 1/2 j cap. Therefore, directional derivative of f at 1 2 is dot product of 2I plus j cap dot √3/2I plus 1/2 j cap, right? It is equal to √3 2 into √3/2 √3 plus 1 into 1/2 is 1/2. √3 plus 1/2 ഇതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്, √3 plus 1/2. ഇവിടെ എക്സ് വൈ എന്നൊക്കെ പറയുന്നത് വളരെ നൈസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സിനെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിട്ട് കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ യു കൺസിഡർ ദ പ്രോബ്ലം. Find the directional derivative of f of x equal to xy equal to e raised to xy at minus 2 0 in the direction of the unit vector that makes an angle of pi/3 with the positive x-axis. ഇവിടെ യൂണിറ്റ് വെക്ടർ ഡയറക്റ്റ് തന്നിട്ടില്ല, അതിന് പകരം ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. So solution. So here what is u cap? പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നാൽ തന്നെ നമുക്ക് യൂണിറ്റ് വെക്ടർ എഴുതാമല്ലോ. എന്തായിരിക്കും അവിടുത്തെ യൂണിറ്റ് വെക്ടർ? is cos pi/3 I cap plus sin pi/3 j cap, right? Which is equal to √3/2 I cap 1/2 അല്ലേ. cos pi/3 എന്ന് പറയുമ്പോൾ 60 1/2 I cap plus √3/2 j cap. Now what is the gradient of f? This is fx. e raised to xy ആണ് നമ്മുടെ ഫംഗ്ഷൻ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ e raised to xy ആണ്. So fx is y times e raised to xy I cap plus x times e raised to xy j cap. Evaluate ചെയ്യേണ്ട പോയിന്റ് -2 0. So gradient of s at -2 0 is x y ക്ക് 0 എടുക്കുക, അപ്പോൾ x 0 ആയി -2 j cap. Therefore directional derivative of f at -2 0 in the direction of u is del f -2 0 dot u. That's equal to I ഇടത് 0 I cap minus 2 into √3 minus √3 sorry I cap to വേണ്ട dot product അല്ലേ, sorry 0 minus √3. So the answer is minus √3. So ആ റിസൾട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് വളരെ ഈസിയാണ്. Similarly, 3 variable case. Find the directional derivative of this f of xy equal to this at the point 1 -2 0 in the direction of the vector a equal to 2y plus j minus 2k. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. യു ഹാവ് ടു ഫസ്റ്റ് ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ. ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് വെക്ടർ അല്ല,
യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ അത് യൂണിറ്റ് വെക്ടർ ആക്കാൻ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2i cap plus j cap minus 2k cap divided by, what is the norm? Norm means magnitude. 2 square plus 1 square plus 4. That means 2 by 3 I cap plus 1 by 3 j cap minus 2 by 3 k cap. ബാക്കിയൊക്കെ ഇപ്പോൾ ഓൾറെഡി ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ്. ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുക. ഗ്രേഡിയൻറ്റ് ഓഫ് എക്സ് സ്ക്വയർ എഫ് എക്സ് ഐ എഫ് എക്സ് ഞാൻ ചെയ്യുന്നില്ല, ഫില്ല് ചെയ്തോളൂ. എഫ് എക്സ് ഐ ക്യാപ്, എഫ് ഐ ജെ ക്യാപ് ആൻഡ് എഫ് ഇസെഡ് കെ ക്യാപ്. അത് തന്നിരിക്കുന്ന പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യുക. ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് അറ്റ് ഏത് പോയിന്റ്? 1 മൈനസ് ടു 0. 1 മൈനസ് ടു 0 കണ്ടുപിടിക്കുക. സോ ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എ എഫ് 1 minus 2 0 is, take the dot product 1 minus 2 0 dot e. You will get the answer. Okay, so you will get the answer minus 3. The exercise ആയിട്ട് ബാക്കി ഫില്ല് ചെയ്തോളാം. എന്നിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എക്സസൈസിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു നോക്കും. കറസ്പോണ്ടിങ് സെക്ഷനിലെ എക്സസൈസ് മാക്സിമം ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രേഡിയൻ്റ് ആണ്. നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം.